ഹലോ. അഭിഷൻ ജീവന്റെ സംവിധാനം ചെയ്ത ടൂറിസ്റ്റ് ഫാമിലി ഇത് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാനമാണ്. ഒരുപാട് നല്ല സന്ദേശങ്ങൾ നൽകുന്ന സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. ഇതൊരു സാധാരണ കുടുംബത്തിന്റെ കഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഭിനേതാക്കളുടെ മികച്ച പ്രകടനങ്ങളും സംവിധായകന്റെ കാഴ്ചപ്പാടുകളും സിനിമയെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബ ബന്ധങ്ങളിലെ സ്നേഹം, അംഗീകാരം, സാമൂഹ്യ ബന്ധങ്ങൾ, അവയിലെ ഒത്തൊരുമ എല്ലാം ഈ സിനിമയിൽ പ്രതിഫലിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ എങ്ങനെ നമുക്ക് ഗുണകരമാകുന്നു എന്ന് സിനിമയിൽ പലയിടത്തും കാണിക്കുന്നുണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ സംവിധായകൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രശംസനീയമാണ്. ഭാഷാദേശങ്ങൾ മറന്നുള്ള സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, കരുണയുടെ, ഒത്തൊരുമയുടെ കഥയാണ് ടൂറിസ്റ്റ് ഫാമിലി പറയുന്നത്. ടൂറിസ്റ്റ് ഫാമിലി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെ കുടുംബനാഥനായ ധർമ്മദാസ് ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ഭർത്താവ്, അച്ഛൻ, സുഹൃത്ത്, അയൽക്കാരൻ, അതിലുപരി സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു വ്യക്തി. മനുഷ്യർക്കിടയിൽ ഭാഷയ്ക്കും ദേശത്തിനും ഉപരി സ്നേഹവും ഐക്യവും കെട്ടിപ്പടുത്ത വ്യക്തി. ഭിന്നിച്ചു നിന്നൊരു സമൂഹത്തെ തന്റെ സ്വഭാവവും സൽപ്രവൃത്തിയും കൊണ്ട് അദ്ദേഹം ഒരുമിപ്പിക്കുന്നു. അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു. നമ്മുടെ മനസ്സിനോട് സംസാരിക്കുന്ന, ഇന്നത്തെ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും കാലത്ത് നല്ലൊരു സന്ദേശം നൽകുന്ന സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. മികച്ച പ്രകടനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് ഈ സിനിമ. ശശികുമാർ, സിമ്രാൻ, കുട്ടികളായിട്ടുള്ള മിഥുൻ, കമലേഷ് എല്ലാവരും തന്നെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടിയുടെ സ്മാർട്ട്നെസ് പ്രത്യേകം പറയേണ്ടതാണ്. ശ്രീജ രവി, MS ഭാസ്കർ, രമേശ് തിലക്, യോഗി ബാബു, ഭഗവതി പെരുമാൾ തുടങ്ങിയവരുടെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങുന്നതാണ്. ഹാസ്യവും ആഴവുമുള്ള സംഭാഷണങ്ങൾ, ഈണമുള്ള പാട്ടുകൾ, മികച്ച ദൃശ്യാനുഭവങ്ങൾ എന്നിവ ഈ സിനിമയുടെ പ്ലസ് പോയിന്റുകളാണ്. ഭാഷയ്ക്കും ദേശത്തിനും അതീതമായി മനുഷ്യത്വമുള്ള ഒരു സിനിമ. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമന്റ് ചെയ്യുമല്ലോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.